Hi friends, welcome back to the channel. Ranji from YK Sound Academy. ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഹൗ ടു ഡു എ കവർ സോങ് ഇൻ മലയാളം എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ പോയി കാണാം. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഒരു കവർ സോങ് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ പ്ലാനിങ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതിനൊരു പ്രാക്ടിക്കൽ സെഷനാണ്. അപ്പോൾ നമ്മൾ തുടക്കം തൊട്ടൊരു കവർ സോങ് എടുത്ത് അതിനെ പ്രോഗ്രാമിംഗ് ചെയ്ത് അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ റെക്കോർഡ് ചെയ്ത് അതിൻ്റെ വോക്കൽസ് റെക്കോർഡ് ചെയ്ത് പിന്നെ അത് ഷൂട്ട് ചെയ്ത് നമ്മളൊരു ഫൈനൽ ഔട്ട്പുട്ടായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സുനീഷ്, നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ ഒരുപാട് പാടിയിട്ടുണ്ട്. അതുപോലെ വിഷ്ണു ശങ്കർ ബേസ് ഗിറ്റാറിസ്റ്റ് കൂടിയാണ്. അപ്പോൾ നമ്മുടെ ബാൻഡ് മെമ്പേഴ്സാണിത്. ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കാൻ പോകുന്ന സോങ് എന്ന് പറയുന്നത് കേസരിയ എന്ന് പറഞ്ഞൊരു ട്രെൻഡിങ് ആയിട്ടുള്ള സോങ് ആണ്. അരിജിത് സിംഗ് പാടിയ ഒരു സോങ് ആണ്. നമ്മൾ അതിനൊരു ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് ആ സോങ്ങിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ്. എങ്ങനെ നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്, അൺപ്ലഗ്ഡ് ആയിട്ടാണോ ഫാസ്റ്റ് ആയിട്ടാണോ, എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം റീലിന് വേണ്ടി. അപ്പോൾ ഒരു 1.5 minutes 90 seconds ആണ് ഇൻസ്റ്റാഗ്രാം റീൽ ലവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ഒരു 90 seconds ഒതുങ്ങുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് വെച്ചാൽ പിയാനോ അതുപോലെ ജസ്റ്റ് ബേസ് വെച്ചിട്ടാണ്, പിന്നെ ഒരു ചെറിയ ബീറ്റ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ട്രാക്ക് ഉണ്ടാക്കാം. ട്രാക്ക് ഉണ്ടാക്കിയാലാണ് നമുക്ക് അതിന് മുകളിൽ പാടാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ആ പാട്ടിൻ്റെ ഒറിജിനൽ പിച്ചാണ് എടുത്തേക്കുന്നത്. ഒറിജിനൽ പിച്ച് എന്ന് പറയുന്നത് സി മേജറാണ്. അതുപോലെ ടെമ്പോ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് സ്ലോ ആക്കിയിട്ടുണ്ട്, അൺപ്ലഗ്ഡ് പോലെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ടെമ്പോ എടുത്തേക്കുന്നത് 89 ആണ്. പാട്ട് കുറച്ചുകൂടി ഫാസ്റ്റ് ആണ്. ഓക്കെ, അൺപ്ലഗ്ഡ് റീൽ ആക്കാൻ വേണ്ടി ഒരു 89 ടെമ്പോ നമ്മൾ എടുത്തേക്കണേ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഒരു ബേസിക് ട്രാക്ക് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ലോജിക് പ്രോയുടെ സെഷനാണ്, നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ പുതിയൊരു പ്രോജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ന്യൂ തേർഡ് പാർട്ടി VST ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അത് കോൺടാക്ട് എന്ന് പറഞ്ഞ ഒരു പ്ലെയറിൻ്റെ ആണ്. പിയാനോ കാരണം നല്ല രസമുണ്ട് അതിന് പിയാനോ കേൾക്കാൻ. അപ്പോൾ നമുക്ക് പിയാനോ ഒരു ടോൺ ചൂസ് ചെയ്തിട്ട് അലീഷ്യ സ്കീസ് എന്ന് പറഞ്ഞ ഒരു പിയാനോ ആണ്. അപ്പോൾ നമ്മൾ ടെമ്പോ സെറ്റ് ചെയ്തേക്കുന്നത് 89 ആണ്. ടെമ്പോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പോഴും ക്ലിക്ക് ട്രാക്കിന് വേണ്ടിയാണ് റെക്കോർഡ് ചെയ്യുക. കറക്റ്റ് താളാവാൻ വേണ്ടി നമ്മൾ ക്ലിക്ക് ട്രാക്ക് യൂസ് ചെയ്യും. അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഒരു ലോജിക് പ്രോയിൽ ക്ലിക്ക് ട്രാക്കിന് ഒരു ഓപ്ഷൻ ഉണ്ട്, മെട്രോണോം എന്ന് പറയും. അത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ക്ലിക്ക് കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ആ ക്ലിക്ക് കേട്ടിട്ടാണ് നമ്മളെപ്പോഴും റെക്കോർഡ് ചെയ്യുക. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പാടിയിട്ട് അതിന് മുകളിൽ നമ്മൾ പിയാനോ റെക്കോർഡ് ചെയ്യാൻ പോകും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതെന്ന് വെച്ചാൽ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോരോ ഇൻസ്ട്രുമെൻറ്റ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ പിയാനോ എടുത്തു, ഇത് തന്നെ നമ്മളിനി ഫുൾ പിയാനോ എടുക്കും. അത് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനൊരു ഷേക്കേഴ്സ് അങ്ങനത്തെ താളം കിട്ടാൻ വേണ്ടി ഒരു ഇൻസ്ട്രുമെൻറ്റ് കൊടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ക്വാണ്ടൈസേഷൻ ആണ്. ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ വായിക്കുമ്പോൾ ഒരു ചെറുതായിട്ട് നമുക്ക് താളം മാറി പോവാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റം ഉണ്ടാകും. അപ്പോൾ അതിനെ ഒന്ന് കറക്റ്റ് താളത്തിൽ വരുത്താൻ വേണ്ടി നമ്മൾ ക്വാണ്ടൈസേഷൻ ചെയ്യാൻ പോകണം. അപ്പോൾ ജസ്റ്റ് അതിന് എല്ലാം നോട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ താളം അനുസരിച്ച് നമുക്ക് ഇവിടെ കോണ്ടൈസ് ചെയ്യാം. അപ്പോൾ എല്ലാ നോട്ട്സ് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ഗ്രിഡിൽ വന്ന് വീഴും. അപ്പം അങ്ങനെ നമുക്ക് ഓരോരോ വായിച്ചതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത് മാറി കിട്ടും നമുക്ക്. കണ്ടോ, ഇപ്പൊ ആ ക്ലിക്ക് ട്രാക്കിന്റെ ഒപ്പം തന്നെ കറക്റ്റ് ആയിട്ട് അത് വന്നോളൂ.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അതിനൊരു ബേസിക് ട്രാക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. പിയാനോ വായിച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഷേക്കർ, ഒരു ജസ്റ്റ് ആ താളം കിട്ടാൻ വേണ്ടി ഒരു ഷേക്കേഴ്സ്, അതുപോലെ ഒരു ചെറിയൊരു ബീറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് ബേസ് ആണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ആ ട്രാക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. ഇത് കഴിഞ്ഞിട്ട് ബേസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വോക്കൽസ് എടുക്കുന്നത്. ഞാൻ ട്രാക്ക് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ നമുക്കൊരു 4 ട്രാക്ക് ഉണ്ട്. ഈ 2 ട്രാക്ക് എന്ന് പറയുന്നത് പിയാനോ ആണ്. പിയാനോ വായിച്ചിട്ടുണ്ട് നമ്മൾ ഓരോരോ കഷ്ണങ്ങളായിട്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഷേക്കേഴ്സാണ്, ഇതെന്ന് പറയുന്നത് അതിൻ്റെ ബീറ്റാണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഷേക്കേഴ്സാണ്, ഇതെന്ന് പറയുന്നത് ബീറ്റാണ്. നിങ്ങൾക്ക് ഞാൻ സോളോ ആയിട്ട് ജസ്റ്റ് കേൾപ്പിച്ചു തരാം. ജസ്റ്റ് ഒന്ന് പിയാനോ. ഇതെന്ന് പറയുന്നത് പിയാനോ ആണ്. അങ്ങനെ തന്നെ പിയാനോയുടെ 2 ട്രാക്ക് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഷേക്കേഴ്സ് ബൈ ആഡ് ചെയ്യാം. ഷേക്കേഴ്സ്, അപ്പോൾ അത് പിയാനോയുടെ ഒപ്പം കേൾക്കുമ്പോൾ അത് ഓക്കെ. പിന്നെ നമ്മൾ ഒരു ബീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബേസ് റെക്കോർഡ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് നമ്മളൊരു ഓഡിയോ ട്രാക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ബേസ് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് വിഷ്ണുവാണ്. അപ്പോൾ വിഷ്ണുവിടെ നമ്മൾ കേബിൾസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഗിറ്റാർ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മളെല്ലാം എപ്പോഴും ട്യൂൺ ചെയ്യണം. അത് ട്യൂണിലായിരിക്കണം. അപ്പോൾ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ബേസ് ട്യൂൺഡായി. ഇനി നമ്മൾ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. യെസ്, ഇനി നമ്മൾ ജസ്റ്റ് ആൾക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഹം ചെയ്യും സോങ്. അപ്പോൾ ആൾ അതിനനുസരിച്ച് നോട്ട്സ് ഇവിടെ പുള്ളി റെക്കോർഡ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2, 3, 4 1 2 3 4 ബേസ് ഗിറ്റാർ എടുത്തുകൊണ്ടിരിക്കാൻ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി റീടേക്ക് എടുത്ത് അത് കറക്റ്റാക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളെപ്പോഴും ഓഡിയോ റെക്കോർഡിങ്ങിലൊക്കെ നമ്മളെപ്പോഴും റീടേക്ക് എടുത്ത് തെറ്റുണ്ടെങ്കിൽ റീടേക്ക് എടുത്ത് തന്നെ ശരിയാക്കുക. മിക്സിങ്ങിൽ ശരിയാക്കാൻ നിൽക്കരുത്. ഇപ്പോൾ റെക്കോർഡിങ്ങിൽ മാക്സിമം കറക്റ്റായിട്ട് തന്നെ എടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബേസ് ഗിറ്റാർ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാം, ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ചു തരാം. നമ്മൾ ബേസ് ഗിറ്റാർ 2 ട്രാക്കായിട്ട് റെക്കോർഡ് ചെയ്തേക്കണം. ഈ 2 ട്രാക്ക് എന്ന് പറയുന്നത് ബേസ് ഗിറ്റാറാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കേട്ട് നോക്കാം. ഇനി നമുക്ക് വോക്കൽ റെക്കോർഡിങ്ങിലോട്ട് പോവാം. വോക്കൽ ഞാൻ തന്നെയാണ് പാടുന്നത്. അപ്പോൾ നമുക്ക് വോക്കൽ റെക്കോർഡിങ്ങിൻ്റെ ക്ലിപ്പ് അടുത്ത് കാണാം. ഓക്കെ, നമ്മളിനി വോയിസിന് വേണ്ടിയുള്ള ട്രാക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്ത് നിന്ന് വോയിസ് റെക്കോർഡിങ് ചെയ്യാം. ഓക്കെ, ബേസ് ഗിറ്റാർ എന്ന് പറയുന്നത് ലൈൻ ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിൽ വെച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ സ്പീക്കറിൻ്റെ അടുത്ത് നിന്ന് റെക്കോർഡ് ചെയ്തത്. പക്ഷേ മൈക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സൈലൻ്റ് ആയിട്ട് റൂമായിരിക്കണം, സ്പീക്കറിൻ്റെ അടുത്താവരുത്. അല്ലെങ്കിൽ നിങ്ങൾ ഹെഡ്ഫോൺ വെച്ച് തന്നെ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് റെക്കോർഡിംഗ് ബൂത്ത് ഉള്ളതുകൊണ്ട് നമ്മൾ റെക്കോർഡിംഗ് ബൂത്തിനകത്തായിരിക്കും റെക്കോർഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ട്രാക്ക് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് വോക്കൽസിന് റെക്കോർഡിംഗ് നോക്കാം. ഞാൻ സ്റ്റുഡിയോയുടെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കിവിടെ വിൻഡോ നമ്മൾ വെച്ചിട്ടില്ല, മാക്സിമം സൗണ്ടിന് ഐസൊലേഷൻ കിട്ടാൻ വേണ്ടി. നമ്മളിവിടെ വെച്ചിരുന്ന ക്യാമറയാണ്. നിങ്ങൾക്ക് കാണാം, ഈ സ്ക്രീനിൻ്റെ മേളിലൊരു ക്യാമറ ഉണ്ട് ഇവിടെ. അതേപോലെ നമ്മുടെ റെക്കോർഡിംഗ് ബൂത്തിലൊരു ക്യാമറ ഉണ്ട്. അപ്പോൾ ആ ക്യാമറയുടെ വിഷ്വൽസാണ് നിങ്ങൾക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ റെക്കോർഡിംഗ് ബൂത്തും അതേപോലെ കൺട്രോൾ റൂമാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് പാടുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വീഡിയോ കാണാൻ പറ്റും. അതുപോലെ അവിടുത്തെ വീഡിയോ ഞാൻ റെക്കോർഡിംഗ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ റെക്കോർഡിംഗ് ബൂത്തിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ റെക്കോർഡിംഗ് ബൂത്ത്. അപ്പോൾ ഇവിടെ നമ്മൾ TV കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ TV യിൽ നമുക്ക്
നമ്മുടെ കൺട്രോൾ റൂം അതേപോലെ ബൂത്തും കാണാൻ പറ്റും. നമ്മുടെ മൈക്കെല്ലാം കണക്റ്റഡ് ആണ്, ഓൾറെഡി എല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൺട്രോൾ റൂമിൻ്റെ വീഡിയോ അതേപോലെ പാടുന്ന വീഡിയോ നമുക്ക് ഇവിടെ കിട്ടും. നമുക്ക് ഹെഡ്ഫോൺസ് എല്ലാം കറക്റ്റഡ് ആണ്. ഇനി നമുക്ക് ലിറിക്സ് നോക്കണമെങ്കിൽ നമുക്ക് ലിറിക്സ് സ്ക്രീനിൽ വെച്ച് തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് റെക്കോർഡിങ് ചെയ്യാം. ഇത് കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ്, കാരണം തെറ്റുകൾ വരും. അപ്പോൾ നമ്മൾ ആ തെറ്റുകൾ ഒന്നുകൂടി റെക്കോർഡ് ചെയ്ത് പെർഫെക്റ്റ് ആക്കിയിട്ട് വേണം ഞാൻ ഔട്ട് എടുക്കുക. പക്ഷേ ഈ ഒരു ഡെമോയ്ക്ക് വേണ്ടി നമ്മൾ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ നോക്കും. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് റെക്കോർഡിങ് ചെയ്യാം. മുझको इतना बताए कोई कैसे तुझसे दिल ना लगाए कोई रब्बा ने तुझे. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വോക്കൽ റെക്കോർഡിങ് കഴിഞ്ഞു. ഒരുപാട് സമയം എടുത്തു. നമുക്ക് വീഡിയോ ഫാസ്റ്റായിട്ട് നിങ്ങൾ കണ്ടേ, പക്ഷേ ഒരുപാട് സമയം എടുത്തു. ഇനി നമ്മൾ ഇതിനെ മിക്സിങ്ങിലോട്ട് എടുക്കും. ഇപ്പോൾ നമ്മൾ വോക്കൽ കഴിഞ്ഞു, ബേസ് ഗിറ്റാർ കഴിഞ്ഞു, പിയാനോ കഴിഞ്ഞു, അത്യാവശ്യം ബേസിക് ട്രാക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ചെയ്യാൻ വേണ്ടിയാണ്, അപ്പോൾ ഒരു അൺപ്ലഗ്ഡ് പോലെയാണ്. അപ്പോൾ അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പ്രോസസ്സിലോട്ട് കിടക്കും. അതെന്ന് പറയുന്നത് അതിൻ്റെ മിക്സിങ് ആൻഡ് മാസ്റ്ററിംഗ് ആണ്. അതെന്ന് വെച്ചാൽ അത്യാവശ്യം ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ അതിനി ഞാൻ ചെയ്തിട്ട് അതിൻ്റെ മിക്സ് മാസ്റ്റർ ഫൈനൽ ഔട്ട്പുട്ട് എടുത്തിട്ടാണ് നമ്മളിനി വീഡിയോയിലോട്ട് കിടക്കുന്നത്. मुझको इतना बताए कोई कैसे तुझसे दिल ना लगाए कोई. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ റെക്കോർഡിങ് ഓഡിയോയുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. നമ്മൾ അതിനെ ട്രാക്ക് ക്രിയേറ്റ് ചെയ്തു, നമ്മൾ ജാം ചെയ്ത് അതിൻ്റെ ടെമ്പോ മെല്ലൊക്കെ തീരുമാനിച്ചു, പ്രോഗ്രാമിംഗ് ചെയ്ത് അതിൻ്റെ ബേസിക് ട്രാക്ക് റെഡിയാക്കി, ബേസ് ഗിറ്റാർ റെക്കോർഡ് ചെയ്തു, പിയാനോ റെക്കോർഡ് ചെയ്തു, വോക്കൽസ് റെക്കോർഡ് ചെയ്തു. അതുകഴിഞ്ഞ് നമ്മൾ അതിനെ മിക്സിങ് മാസ്റ്ററിങ് ചെയ്തു. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് ഒരു സോങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു വീഡിയോ ഷൂട്ടിംഗ് ആണ്. അത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ പോയി ചെയ്യാം. ഞാൻ അന്നത്തെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് പുറത്ത് പോയി ഷൂട്ട് ചെയ്യണമെങ്കിൽ പുറത്ത് പോയി ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു പർപ്പസിന് വേണ്ടി എന്ന് വെച്ചാൽ പുറത്ത് ഇപ്പോൾ ഓൾറെഡി ഇരുട്ടായി, അപ്പോൾ നമ്മൾ ഈ ഒരു റെക്കോർഡിംഗ് ബൂത്തിനുള്ളിൽ തന്നെ ആയിരിക്കും ഷൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ജസ്റ്റ് ഈ സോങ് പ്ലേ ചെയ്തിട്ട് നമ്മൾ ആക്ട് ചെയ്യും. എന്നിട്ട് ആ ഒരു വീഡിയോ അതുപോലെ ഇപ്പം നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഓഡിയോ തമ്മിൽ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് നമ്മൾ റെഡിയാക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളത് ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഷൂട്ടിംഗ് ആണ്. നമ്മളെല്ലാവരും 3 പേര് കൂടി ഇരുന്നിട്ട് നമ്മളതിൻ്റെ ഒരു വീഡിയോ പോലെ പ്ലാൻ ചെയ്തിട്ട് ഷൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ടിംഗ് കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ആ വീഡിയോ എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റീൽ ആയതുകൊണ്ട് നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ ഒറ്റ ടേക്കിലാണ് എടുത്തേക്കുന്നത്. നമ്മൾ കൂടുതൽ ഷോർട്സ് ഒന്നും എടുത്തിട്ടില്ല, ഇപ്പോൾ ഒറ്റ ടേക്കാണ്. നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോ അതേപോലെ നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്ത ഓഡിയോ തമ്മിൽ നമ്മൾ മിക്സ് ചെയ്യും. ലിപ്പൊക്കെ കറക്റ്റായിട്ട് സിങ്ക് ചെയ്ത് നമ്മൾ പിടിച്ചിടും. അത് നമ്മൾ നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലാണ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന FCP ആണ്. കൂടുതൽ നമുക്ക് അതിനകത്ത് എഡിറ്റിംഗ് ഇല്ല, കാരണം നമ്മൾ ഒറ്റ ടേക്കാണ് എടുത്തേക്കുന്നത്. റീൽസ് ആയതുകൊണ്ട് നമ്മൾ ഒറ്റ ടേക്കില്ല, 1.5 മിനിറ്റ്സേ ഉള്ളൂ. നമ്മൾ ഒറ്റ സ്ട്രെച്ചിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ആ ലിപ് സിങ്ക് ചെയ്ത് നമ്മൾ ആ ഒറിജിനൽ ഓഡിയോ അതേപോലെ ആ വീഡിയോ കൂടി നമ്മൾ സിങ്ക് ചെയ്തിടും. അതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്.
ആ ഫൈനൽ ഔട്ട്പുട്ട് നമ്മൾ അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇതാണ് ഒരു കവർ സോങ് എടുക്കുന്നതിൻ്റെ പ്രോസസ്സ്. ഇങ്ങനെ തന്നെയാണ് ഫിലിമിലും നമ്മൾ ഒരു സോങ് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ കാരണം അതിന് ഓഡിയോ ആദ്യം ഫുൾ റെഡി ആക്കിയിട്ടാണ് നമ്മൾ ആ ഓഡിയോ സെൻഡ് ചെയ്തിട്ടാണ് ആ ഓഡിയോയുടെ മേലിലാണ് പിന്നെ ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ കാണിച്ച പോലെ നമ്മൾ അതിന് ഓഡിയോ പ്ലാൻ ചെയ്തു, ഏത് സോങ്ങാണ് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത്, ടെമ്പോ എത്ര വേണം, അതിൻ്റെ ബേസിക് കോഡ് സ്ട്രക്ചർ എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം റെഡി ആക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഓഡിയോ പ്രോഗ്രാമിങ്ങിലേക്ക് കിടക്കും. എങ്ങനെയാണ് നമ്മളതിനെ ഫുൾ റെക്കോർഡ് ചെയ്തു, കീബോർഡ് പിയാനോ റെക്കോർഡ് ചെയ്തു, ബേസ് ഗിറ്റാർ റെക്കോർഡ് ചെയ്തു, വോക്കൽസ് റെക്കോർഡ് ചെയ്തു, അതിനെ മിക്സ് മാസ്റ്റർ ചെയ്ത് നമ്മൾ അതിനെ ഓഡിയോ ആക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മേലാണ് ഷൂട്ട് ചെയ്തിട്ട് ആ ഷൂട്ട് ചെയ്ത ഫയലും ഈ ഓഡിയോയുടെ മിക്സ് ചെയ്ത് നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട് ആക്കി. ഇനി നിങ്ങൾ കാണാൻ പോലെ ആ ഫൈനൽ ഔട്ട്പുട്ട് ആക്കി. നമ്മൾ ഈ ചെയ്ത വീഡിയോയുടെ ഫൈനൽ ഔട്ട്പുട്ടിൻ്റെ ചെറിയ ക്ലിപ്പ് ഞാൻ ഇപ്പോൾ തന്നെ ഇട്ടുതരാം, പോയി കാണാം. ഇതിന് ഫുൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം യുക്ത ബാൻഡ്, നമ്മുടെ ബാൻഡിൻ്റെ പേജിൽ ഇതിന് ഫുൾ വീഡിയോ ഉണ്ട്. അതിന് റീലായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും പോയി കാണാം, ലൈക്ക് അടിക്കുക, അതുപോലെ നമ്മളെ ബാൻഡിനെ ഫോളോ ചെയ്യുക. നമ്മൾ ഇതുപോലെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ. मुझको इतना बताए कोई, कैसे तुझसे दिल ना लगाए कोई. रब्बा ने तुझको बनाने में